പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഈ ദിവസങ്ങളിൽ മനുഷ്യൻ വളരെ വ്യാകുലപ്പെട്ട് വേദനപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാരതം മുഴുവനും വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലും സൗത്തിലുമൊക്കെ വലിയ ജലപ്രളയം, പ്രകൃതിക്ഷോഭം, തീവ്രമായിരിക്കുന്ന മഴകൾ പലയിടങ്ങളിൽ പെയ്ത് മനുഷ്യജീവിതത്തെ താറുമാറ് ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ നമ്മുടെ ദേശത്ത് ചെയ്യുവാനുണ്ട്. ദൈവം പ്രവർത്തിക്കും, ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ദൈവം കൈവിടുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ജനനത്തിൻ്റെ ആരംഭം മുതൽ മരണത്തിൻ്റെ വിനാഴിക വരെ നാം എവിടെ ആയിരിക്കണമെന്നും നാം ആരാകണമെന്നും നാം എവിടെ ജീവിക്കണമെന്നും നമ്മുടെ മരണം എന്താണെന്നും ഇതെല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടെത്തിയിരിക്കുന്നത്. ആ ദൈവം നമ്മെ കൈവിടത്തില്ല, ആ ദൈവം നമ്മെ ഉപേക്ഷിക്കത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, യേശുവും തൻ്റെ വാത്സല്യ ശിഷ്യന്മാരും അക്കരയ്ക്ക് പോകാം എന്ന് അവർ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് കടന്നുപോയി. അവർ യാത്ര ചെയ്ത പടകിൽ അതിശക്തമായിരിക്കുന്ന ചുഴലിക്കാറ്റടിച്ചു. തിരകൾ തള്ളിക്കയറി പടക് മുങ്ങുമാറായി. അവർ വളരെ വ്യാകുലപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെടുത്തലുകൾ ആ പടകിനകത്ത് അവരനുഭവിച്ചു. അവർ പെട്ടെന്ന് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. യേശു അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലെ അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ചു. നോക്കണമേ, വലിയ പ്രതിഭാസത്തെ, വലിയൊരു പേമാരിയെ യേശു ശാസിച്ചു. ആ സമയത്ത് തന്നെ വലിയൊരു ശാന്തത അവിടെ നടക്കുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദേശത്ത് ഉണ്ടായിരിക്കേണ്ട വലിയ പ്രതിഭാസങ്ങളെ, വലിയ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തത തരുന്നത് ദൈവമാണ്. ജീവിതത്തിൽ ആകപ്പാടെ തകർന്നിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടവരായി, ജീവിതത്തിൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നന്മകൾ ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുമ്പോൾ മനസ്സിനകത്ത് വേദന വളരെ വലിയതാണ്. ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. ദൈവം സകലതും നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശിഷ്യന്മാർ പറയുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇല്ല, ഒരിക്കലും യേശു അത് സമ്മതിക്കത്തില്ല. നാം നശിച്ചു പോകുവാൻ, നാം തകർന്നു പോകുവാൻ, പടകിനകത്തില്ലാതെ